പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത ISL ക്ലബ്ബായിട്ടുള്ള ഇന്റർ കാശിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ഇന്റർ കാശി ക്ലബ്ബിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിരവധി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്റർ കാശി വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നിലവിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിന് ശേഷം ഇന്റർ കാശി ISLൽ നിന്നും പിന്മാറിയേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലീഗ് സീസണിൽ ലീഗൽ കേസെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇന്റർ കാശിക്ക് കിരീടമെല്ലാം ലഭിച്ചത്. ആ ഒരു കേസിന് വേണ്ടി മാത്രം 4 കോടിയോളം രൂപയ്ക്ക് മുകളിൽ ചെലവായിട്ടുമുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് വളരെ ചെറിയൊരു തുക മാത്രമാണ് ക്ലബ്ബുകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്റർ കാശി ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ടീമിലെ താരങ്ങൾക്കായാലും സ്റ്റാഫുകൾക്കായാലും സാലറി നൽകാനായിട്ട് ഇന്റർ കാശിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു സീസണിന് ശേഷം ISLൽ നിന്നും ഇന്റർ കാശി പിൻവാങ്ങിയേക്കും. കാര്യം ക്ലബിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണിത്. അടുത്തൊരു വാർത്ത, ജംഷഡ്പൂർ FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിടയിൽ ജംഷഡ്പൂർ FCയുടെ ഡിഫൻഡറായിരുന്ന സ്റ്റീഫൻ എസയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ എസയ്ക്ക് ലഭിച്ച ഒരു റെഡ് കാർഡ് ജംഷഡ്പൂർ FCയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 2 ഗോളിന് വിജയിക്കുകയായിരുന്നു. നിലവിലിപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചത് കാരണം സ്റ്റീഫൻ എസയ്ക്ക് 3 മത്സരങ്ങളിൽ സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെഡ് കാർഡ് കാരണം കൊണ്ട് തന്നെ സ്റ്റീഫൻ എസയ്ക്ക് 3 മത്സരങ്ങൾ നഷ്ടമായേക്കും. സ്റ്റീഫൻ എസെ പോലത്തെ ഒരു താരത്തിന് 3 മത്സരത്തെ സസ്പെൻഷൻ ലഭിച്ചത് ജംഷഡ്പൂർ FCയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.